സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ വഖഫ് വിഷയം വലിയ രാഷ്ട്രീയ പ്രചരണായുധമാക്കി മാറ്റുകയാണ് ബി. മുനമ്പത്തെ ചെറായിലെ വഖഫ് വിഷയത്തെ വലിയ തോതിൽ ചർച്ചയാക്കാൻ ബി ശ്രമിക്കുന്നു. വയനാട് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഉടനീളം വഖഫ് വിഷയത്തെ പ്രചരണ രംഗത്ത് സജീവമായി നിലനിർത്താൻ ബി.ജെ.പിയുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണനും അടക്കമുള്ളവർ ശ്രമിച്ചു എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. വഖഫ് എന്ന 4 അക്ഷരം കിരാതമാണ് എന്ന് സുരേഷ് ഗോപി പറയുന്നു. ആ വാക്കുച്ചരിക്കാൻ, ആ ബോർഡിനെ കുറിച്ച് ഉച്ചരിക്കാൻ താൻ തയ്യാറല്ല. എന്നാൽ ആ 4 അക്ഷരങ്ങളിൽ ഒതുങ്ങുന്നത് കിരാതമായ ഒരു നിയമമാണ് എന്ന് സുരേഷ് ഗോപി തന്നെ പറയുന്നുണ്ട്. അതുമാത്രവുമല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസിൽ നിന്ന് അയച്ച ഒരു ലഘു ദൃശ്യം അത് വയനാട്ടിലുടനീളം പ്രചരിപ്പിക്കണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു. ചെറായിൽ അതുപോലെ മുനമ്പത്തൊക്കെ സുരേഷ് ഗോപി സന്ദർശനം നടത്തിയിരുന്നു. ചെറായിലെയും മുനമ്പത്തെയും 600ഓളം വരുന്ന ക്രൈസ്തവ കുടുംബത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ പരിപൂർണമായ പിന്തുണയുണ്ട് എന്ന് അന്ന് സുരേഷ് ഗോപി പറയുകയും ചെയ്തു. അതുമാത്രവുമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ ഈ വിഷയം സജീവമായി എത്തിക്കുന്നതിന് താൻ ശ്രമിക്കുമെന്നും അന്ന് സുരേഷ് ഗോപി ചെറായിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകി, മുനമ്പത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. മുനമ്പത്തിൽ സമരം നടത്തുന്ന ആ പ്രദേശവാസികൾ, മത്സ്യത്തൊഴിലാളികൾ വലിയ ആദരവോടുകൂടിയും വലിയ സ്വീകരണമാണ് സുരേഷ് ഗോപിക്ക് നൽകിയത്. കേരളത്തിലെ ഇടതു വലതു രാഷ്ട്രീയ മുന്നണികൾ വഖഫ് വിഷയത്തിൽ കരുതലോടുകൂടി മാത്രം നീങ്ങുകയാണ്. കാരണം മുസ്ലിം വോട്ടുകൾ എതിരാവാൻ പാടില്ല, ന്യൂനപക്ഷ വോട്ടുകൾ എതിരാവാൻ പാടില്ല. ഇതാണ് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും നയം. അതുകൊണ്ട് തന്നെ വഖഫിനെ തള്ളിപ്പറയാനോ ഈ പറയുന്ന പ്രദേശത്ത് സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ ഇതുവരെ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഒരു നേതാവ് മുതിർന്നില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അവിടുത്തെ സ്ഥലം MP ഹൈബി ഈഡനോ അല്ലെങ്കിൽ സ്ഥലം MLA-യോ, എന്തിനേറെ പറയുന്നു VD സതീശൻ അടക്കമുള്ള ആളുകൾ പോലും വഖഫ് സംരക്ഷണ റാലിയിൽ പങ്കെടുത്തു, വഖഫിന് അനുകൂലമായി സംസാരിക്കുന്നു. എന്നാൽ വീടും കൂടും നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അന്യാധീനപ്പെട്ടു പോകുന്ന സാധാരണക്കാർക്ക് ഏതെങ്കിലും തരത്തിലൊരു പിന്തുണ അറിയിക്കാൻ ഇതുവരെ കേരളത്തിലെ CPM-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ നേതാക്കന്മാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇവിടെയാണ് BJP ആ അവസരം മുതലെടുക്കുന്നത്. BJPയുടെ നിലപാട് തുടക്കം മുതൽ വഖഫിനെതിരായിരുന്നു. കേന്ദ്ര സർക്കാർ വഖഫ് ബോർഡിനെ പരിഷ്കരിക്കാനുള്ള നിയമനിർമ്മാണം കൊണ്ടുവരാനിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കേരളത്തിൽ ഇത്തരമൊരു വിഷയം മുനമ്പത്ത് ഉടലെടുത്തത്. ആ വിഷയത്തിൽ BJP കൂടുതൽ ശക്തമായ നിലപാട് കൊണ്ടുവരികയും ഇത് ദേശീയ തലത്തിൽ വലിയ ചർച്ചയാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രവുമല്ല, കേരളത്തിലെ ക്രൈസ്തവ വോട്ട് ഒരിക്കൽ കൂടി BJP പക്ഷത്തേക്ക് പിടിച്ചു നിർത്താൻ വഖഫ് വിഷയം BJP കിട്ടിയ വലിയ ആയുധമാണ്. നമുക്കറിയാം തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചത്. തൃശ്ശൂരിൽ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു ധ്രുവീകരണം ക്രൈസ്തവ വോട്ടിലുണ്ടായിരുന്നു. അതൊരിക്കലും CPM-ഓ കോൺഗ്രസോ പ്രതീക്ഷിച്ചതല്ല. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇടതുപക്ഷവും വലതുപക്ഷവും അമിതമായ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നൊരു ചിന്ത കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇടതുപക്ഷം നേരത്തെ ലീഗിൻ്റെ കുത്തകയായിരുന്നു മുസ്ലിം വോട്ടുകൾ, പ്രത്യേകിച്ച് മലബാർ മേഖലയിലുള്ളത്. അത് UDF-ന് അനുകൂലമായിരുന്നു. എന്നാൽ പിന്നീട് കഴിഞ്ഞ 1ാം പിണറായി സർക്കാർ മുതൽ ഇങ്ങോട്ടേക്ക് അമിതമായ മുസ്ലിം പ്രീണനം അത് CPM-ഉം നടപ്പാക്കി തുടങ്ങി. പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ 2ാം സർക്കാർ അത് ഒരു പരിധി കടന്നപ്പോൾ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അവർ ഇരുത്തി ചിന്തിച്ചു. അതിൻ്റെ ഒരു ഫലമാണ് തൃശ്ശൂരിൽ നമ്മൾ കണ്ടത്. വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി സുരേഷ് ഗോപി, BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചു കയറി. അതേ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് കേരളത്തിലെ ക്രൈസ്തവ മതവിഭാഗത്തെ ഓർമ്മിപ്പിക്കുകയാണ് BJP. ബി ഗോപാലകൃഷ്ണൻ്റെ വളരെ ഗൗരവമുള്ള ഒരു പ്രസ്താവനയുണ്ട്. അതായത് ശബരിമലയുടെ താഴ്ഭാഗത്തിരിക്കുന്ന വാവർ നാളെ ചിന്തിക്കുകയാണ്, ഞങ്ങൾ ശബരിമലയിലേക്ക് നൽകിയ വസ്തുവാണ് ഇത് എന്ന് പറഞ്ഞാൽ ശബരിമലയടക്കമുള്ള വസ്തുക്കൾ നാളെ വഖഫിൻ്റേതായി മാറും. ശബരിമലയിലെ അയ്യപ്പന് അവിടെ നിന്ന് എണീറ്റ് പോകേണ്ട സാഹചര്യമുണ്ടാകും. വേളാങ്കണ്ണി പള്ളിയടക്കം അന്യാധീനപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യണമെന്നാണ്
ബി ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവർ പറഞ്ഞത്. എന്തായാലും വഖഫ് വിഷയം CPM-നെയും കോൺഗ്രസിനെയും ഒരുപോലെ തിരിച്ചടിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെയാണ് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്, മുനമ്പത്തും ചെറായിലും ഞങ്ങൾ പ്രശ്നപരിഹാരത്തിന് തയ്യാറാണ്, അതിൽ മുന്നിട്ടിറങ്ങേണ്ടത് സംസ്ഥാന സർക്കാരാണ്, സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങിയാൽ അനുരഞ്ജന ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് പറയേണ്ടി വന്നു. എന്നാൽ ഇപ്പോഴും വഖഫ് ബോർഡ് ചെയർമാൻ പറയുന്നത് മുനമ്പത്തെയും ചെറായിലെയും ഭൂമി വഖഫിൻ്റെ തന്നെയാണ്, ഒഴിഞ്ഞു പോകാൻ സാധാരണക്കാർക്ക് നോട്ടീസ് നൽകി കഴിഞ്ഞിരിക്കുന്നു, ഒരു തരത്തിലും ആ ഭൂമി വിട്ടു നൽകില്ല എന്ന കടുംപിടുത്തം അവർ എടുക്കുന്നു. അപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നം നിൽക്കുന്നു. ഇതാണ് BJP പറയുന്നത്. നാളെ വേളാങ്കണ്ണി പള്ളി കൈവിട്ടു പോകാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ഉന്നയിക്കുന്നു. രാജ്യത്ത് തന്നെ റെയിൽവേ കഴിഞ്ഞാൽ അടുത്ത മൂന്നാമത് ഭൂമിയുള്ളത് വഖഫ് ബോർഡിനാണെന്ന് വഖഫ് പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് തന്നെ നിരവധി പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ മേൽ വഖഫ് ബോർഡ് ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു, അവകാശം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് മുന്നിൽ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ കേരളത്തിലെ BJP മാത്രമേ രക്ഷയുള്ളൂ എന്നൊരു സന്ദേശം എത്തിക്കുകയാണ് BJPയുടെ ലക്ഷ്യം. കേന്ദ്ര സർക്കാർ, കേന്ദ്രം BJP ഭരിക്കുന്നിടത്തോളം കാലം കേരളത്തിലെ അല്ല രാജ്യത്തെ ക്രൈസ്തവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. മണിപ്പൂരും മറ്റ് സ്ഥലങ്ങളുമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് BJPക്കെതിരെ ക്രൈസ്തവരെ അണിനിർത്താൻ ഇടതും വലതുമൊക്കെ ശ്രമിച്ചതാണ്. എന്നാൽ അതൊന്നും വില പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള കേരളത്തിലെ BJPയുടെ വോട്ട് വർധനവ്, ആ വർധനവിന് പിന്നിൽ വലിയൊരു കാരണം ക്രൈസ്തവ വോട്ടുകളാണ്. കേരളത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ നേർപകുതിയെങ്കിലും BJPക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചാൽ കേരളത്തിൽ BJPക്ക് അത്ഭുതങ്ങൾ കാട്ടാനാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി വഖഫ് വിഷയമാണ് BJPക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു പിടിവള്ളി. ആ വഖഫ് വിഷയത്തെ കൂടുതൽ പ്രചരണ വിഷയമാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിനിടയിൽ വഖഫിൻ്റെ ആ ഒരു തെറ്റായ നടപടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ഒരു കിരാതമായ നിയമമെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് വഖഫ് ബോർഡിൻ്റെ നിയമങ്ങൾ മാറ്റി എഴുതുക, വഖഫ് ബോർഡിൻ്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യയിലെ നിയമനിർമ്മാണത്തിൻ്റെ കീഴിലേക്ക് അതിനെയൊക്കെ കൊണ്ടുവരിക. അപ്പോൾ പഴക്കം ചെന്ന ഇത്തരം കാടൻ നിയമങ്ങൾ അവ പൊളിച്ചെഴുതുക എന്നുള്ള BJPയുടെ ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലൂടെ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടുതൽ BJPയിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്നുള്ളത് BJPയുടെ പ്രതീക്ഷയാണ്. അങ്ങനെയെങ്കിൽ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു സീറ്റെങ്കിലും നേടാനാകും. അതുമാത്രവുമല്ല, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP വൻ വിജയം നേടുമെന്ന് നേരത്തെ ശോഭാ സുരേന്ദ്രൻ അടക്കം പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണങ്ങൾ കൂടി ഇതാണ്. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം, കാസയടക്കമുള്ള സംഘടനകൾ പൂർണ്ണമായും BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. കേരളത്തിൽ ചെറായിലും മുനമ്പത്തും ക്രൈസ്തവ മതവിഭാഗങ്ങൾ ഇത്രത്തോളം വലിയ അനീതി നേരിടുമ്പോൾ BJP മാത്രമാണ് അവർക്ക് ഒരു പിന്തുണയുമായി എത്തിയത്. അത് BJPയുടെ ഒരു രാഷ്ട്രീയ ലൈൻ തന്നെയാണ്. അത് പൂർണ്ണമായും വിജയിച്ചാൽ കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ BJP അത്ഭുതകരമായ ചരിത്രം തിരുത്തി കുറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.